ദിവ്യകാരുണ്യത്തിന് കർത്താവ് നല്ല കള്ളനോട് പറഞ്ഞ് യു വിൽ ബി ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. നീ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം അവൻ്റെ കൂടെ ആയിരിക്കാൻ അവൻ എന്താണ് ചെയ്തത്? കർത്താവ് അവൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ കട്ടും പിടിച്ചും ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയും കൊന്നും കൊലവിളിച്ചും നടന്നവരാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ എന്തവസ്ഥയിലാണ്, ഡ്രാസ്റ്റിക് സിറ്റുവേഷനാണ് നീയെങ്കിലും ഇൻ ജീസസ് ദെയർ ഇസ് എ ചാൻസ്. നിൻ്റെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലാണ്, നീ ചിലപ്പോൾ അബോർഷൻ കഴിഞ്ഞ ആളായിരിക്കും, അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവ്വം അല്ലെങ്കിലും വിചാരിച്ചോ. ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ അപരാധങ്ങളിലെ പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ട് നിനക്ക് തന്നെ തോന്നും എന്നെ ദൈവത്തിനും വേണ്ട പിശാചിനും വേണ്ടെന്ന് തോന്നും. അങ്ങനെയൊക്കെ സ്വയം പരാകുന്ന ആൾക്കാരുണ്ട്. വാട്ട് മേ ബി യുവർ കണ്ടീഷൻ, അത് നിൻ്റെ അവസ്ഥ എന്ത് തന്നെയായാലും യു ഹാവ് എ ചാൻസ് ഇൻ ജീസസ്. കർത്താവിൽ നിനക്ക് ഒരു ചാൻസ് ഉണ്ട്. അത് പറയുന്നത് ആരാണ് നമ്മളോട്? ഈ നല്ല കള്ളനാണ് പറയുന്നത്. അവനോട് കർത്താവ് പറഞ്ഞു ദേർ ഇസ് എ ചാൻസ്. കുരിശ് തൂങ്ങി നഗ്നനായി കിടക്കുമ്പോഴും അവനൊരു ചാൻസ് കർത്താവ് കിട്ടും. എന്താ അവനെങ്ങനെയാണ് ആ ചാൻസ് വാങ്ങിച്ചത്? അവൻ 3-4 കാര്യങ്ങൾ പറയും അവിടെ കിടന്നിട്ട്. ഒന്ന്, എനിക്ക് പറഞ്ഞാൽ ഇവൻ നല്ല നട്ടലുള്ള കക്ഷിയാണ്. കാരണം തെറ്റ് കണ്ടാൽ തെറ്റ്, കള്ളനാണ്, പക്ഷേ തെറ്റ് കണ്ടാൽ വിശ്വാസവിരുദ്ധമായ കാര്യങ്ങളെ കേട്ടാൽ അവൻ വിശ്വാസവിരുദ്ധമായ കാര്യങ്ങളാണെന്ന് പറയും. വിശ്വാസവിരുദ്ധമായ കാര്യങ്ങളെ കേട്ടാൽ, സഭാവിരുദ്ധമായ കാര്യങ്ങളെ കേട്ടാൽ, ഇപ്പം ഇന്ന് കുറേ വർഷങ്ങളായിട്ട് ബോധപൂർവം സഭയെ ആക്രമിക്കുന്നത് നമ്മൾ മീഡിയയിൽ കാണുന്നുണ്ട്. മാധ്യമങ്ങൾ തുടങ്ങിയത് തന്നെ സഭയെ ആക്രമിക്കാൻ 15 കൊല്ലമായി. സ്വയാശ്രയ കോളേജും കാലം മുതലാണ് തുടങ്ങിയത്. അപ്പോൾ അത് ഞാനോടത്ത് അതോടെ അവസാനിക്കുമെന്ന്. അങ്ങനെയല്ല, അവരവരുടെ റേറ്റിങ്ങിന് വേണ്ടി വളരെ തന്ത്രപൂർവമായിട്ട് ബോധപൂർവമായിട്ട് സഭയെ, അതുപോലെ സഭയിൽ തന്നെയുള്ള സഭയെ ആക്രമിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് പ്രൈം ടൈം കൊടുത്തിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് സഭയെ എപ്പോഴും സഭയെ ആക്രമിക്കുന്ന രീതിയാണ്. അപ്പം ഇത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ എല്ലാ കാലങ്ങളിലും ഉണ്ടാകും. കള്ളനായിട്ട് കിടന്നിട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള പല ആരോപണങ്ങൾ വ്യക്തികൾക്കുണ്ട്. ആ വ്യക്തികൾ തന്നെയാണ് സഭയെ ആക്രമിച്ചതെന്ന് നമ്മൾ ഈ കാലങ്ങളിലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതായിപ്പോൾ ചീത്ത കള്ളൻ എന്താ പറയണത്? നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ രക്ഷിക്ക്, ഞങ്ങളെയും രക്ഷിക്ക്. തെളിവ് കൊണ്ടുവരാൻ പറയുകയാണ്. ദൈവപുത്രനാണ്. ഇപ്പോൾ തെളിവ് ചോദിക്കണ കാലമാണ്. അവൻ ഇടതുവശത്ത് കിടക്കേണ്ട കള്ളൻ എന്താ ചോദിക്കണത്? തെളിവതാ എന്നാ, ഡേറ്റാതാ എന്നാ ചോദിക്കണത്. നീ ദൈവപുത്രനാണെന്നതിൻ്റെ ഡേറ്റാതാ എന്നാ പറയണത്. എക്കാലങ്ങളിലും ഡേറ്റ ചോദിച്ചിട്ടുണ്ട്. ഈ ഡേറ്റ ചോദിക്കുന്നവനോട് എന്താ ഈ വലതുവശത്ത് കിടക്കുന്ന കള്ളൻ എന്താ പറയണത്? നീ എന്താ ഇങ്ങനെ സംസാരിക്കണത്? നമ്മ രണ്ടും ഒരേ ആൾക്കാരല്ലേ? നമ്മ രണ്ടും ഒരേ ആൾക്കാരല്ലേ? ഒരേ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നിട്ടിത് പറഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നല്ല കള്ളിന് കൂട്ടുകാരനല്ലേ പറഞ്ഞത്? ഇത്രയും നാളെ കൂടെ കക്കാൻ വേണ്ടി കൂടിയ ആളല്ലേ പറഞ്ഞത്? അവരിങ്ങനെ കടന്ന് പറയുമ്പോൾ മിണ്ടാണ്ടിരിക്കാൻ വരുന്നത് ഈ നല്ല കള്ളന്. എത്രയോ ക്രിസ്ത്യാനികളാണ് മിണ്ടായിരിക്കണത്. സഭയ്ക്കെതിരെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇവിടെ എത്രയോ ക്രിസ്ത്യാനികളാണ് തലേ തുണിയിട്ട് നടക്കുന്നത്. സാംസ്കാരിക നേതാക്കന്മാരായാലും ശരി, രാഷ്ട്രീയ നേതാക്കന്മാരായാലും ശരി, ക്രിസ്ത്യാനികൾ മിണ്ടാതെ നടക്കുന്നതില്ലേ? അങ്ങനെ വേണമെങ്കിൽ നല്ല കള്ളന് മിണ്ടാതിരിക്കാം. കാര്യം കൂടെ കട്ടവരല്ലേ. കൂടെ കട്ടവനൊരു വാക്ക് പറയുമ്പോൾ അവനെ സംരക്ഷിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വലതുവശത്ത് കിടക്ക കള്ളന് മിണ്ടാണ്ടിരിക്കാം. പക്ഷേ അവൻ്റെ നട്ടലിൽ വാഴപ്പിണ്ടിയില്ല. അവൻ ബുദ്ധിയും ബോധവും ഉള്ളവനാണ്. അവൻ പറഞ്ഞു നീ പറഞ്ഞ തെറ്റാണ്. തെറ്റിന് തെറ്റാണെന്ന് പറയുമ്പോഴാണ് അവൻ ക്രിസ്ത്യാനിയായിട്ട് മാറണത്. നീ പറഞ്ഞ തെറ്റാണ്. അത് ആരായാലും കണ്ട പക്ഷം ചേർന്ന് പറയാനല്ല, സഭയുടെ ഉള്ളിലായാലും. പക്ഷേ സഭയുടെ ഉള്ളിലായാലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, സഭയുടെ ഉള്ളിൽ തെറ്റുകളുണ്ടെങ്കിൽ
സഭയുടെ ഉള്ളിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു തെറ്റുണ്ടായി, നമ്മുടെ വീട്ടിലൊരു തെറ്റുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഈ സഭയെ വിമർശിക്കുന്ന ആൾക്കാരല്ല, അവരുടെ സ്വന്തം ബന്ധുക്കളുള്ള ആൾക്കാരല്ല, എന്തെങ്കിലും അപരാധങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു നടക്കുക, പുറത്ത് ഇല്ല. അവരത് ഒതുക്കി അങ്ങോട്ട് തെറ്റുണ്ടാക്കാത്ത രീതിയിൽ, ഇനി ആവർത്തിക്കാത്ത രീതിയിൽ ശാസിച്ചും പ്രാർത്ഥിച്ചും അവരെ മാറ്റും. അതുപോലെയാണ് സഭയുടെ ഉള്ളിലുള്ളവരെ സഭയെടുക്കുന്ന പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ യാചിച്ചുമൊക്കെ സഭയുടെ ഈ വസ്ത്രം വാങ്ങിച്ചെടുത്ത ആൾക്കാരെ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ സഭയെ ആക്രമിക്കുമ്പോൾ പിശാച് വെച്ച ട്രോജൻ കുതിരയായിട്ട് വരും. സഭയെ നശിപ്പിക്കാൻ വേണ്ടി സഭയുടെ അകത്ത് സാത്താൻ വെച്ച ട്രോജൻ കുതിര. അവർ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മാനുഷികമായിട്ട് നീതിയായിരിക്കാം. മാനുഷിക നീതിയേക്കാൾ വലുതാണ് സഭയെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവം സ്ഥാപിച്ചതെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകാൻ സഭയെ അകത്ത് നിന്നുകൊണ്ട് സ്നേഹത്തോടെ സംയമനത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ ചീത്തയേക്കാതെ, അപ്പോൾ അത് ശത്രുക്കൾ പോലും ചെയ്യാത്തൊരു കാര്യമാണത്. കാര്യം അങ്ങനെയൊക്കെ പറയുമ്പോൾ പുറത്തുള്ളവർ പോലും എന്തുമാത്രം സങ്കടമാകുന്നുണ്ട്. എനിക്കിപ്പോൾ ഈ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, വ്യക്തിപരമായ അഭിപ്രായം എനിക്ക് സങ്കടമാണുള്ളത്. എന്താ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സഭ അതിൻ്റെ വിശുദ്ധി, അതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത, അതിൻ്റെ മറ്റു മനുഷ്യരോടുള്ള സഹജീവിയോടുള്ള സഹഭാവന, അതിൻ്റെ കാരുണ്യം, ഇങ്ങനെ ഒത്തിരിയേറെ ദൈവിക പുണ്യങ്ങളുള്ളൊരു സഭയാണിത്. ഞാൻ 45 കൊല്ലമായി സഭയിൽ വർക്ക് ചെയ്യണത്. അപ്പോൾ ഈ കാലങ്ങളിലെല്ലാം സഭയെക്കുറിച്ച് മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു എത്ര പുറത്തിങ്ങനെ വിമർശിക്കുമ്പോൾ അവർ ഉള്ളിൽ പറയും ഈ സംവിധാനം സഭ നല്ലതാണെന്ന് പറയും. അപ്പം അങ്ങനെ ഒരു സഭയെക്കുറിച്ച് നല്ല അഭിപ്രായം മറ്റുള്ള സഹോദരങ്ങൾ 10,000-കണക്കിന് മനുഷ്യരിൽ ഉള്ളപ്പോൾ നമ്മൾ തന്നെ വ്യത്യസ്തനാകാനോ അല്ലെങ്കിൽ വേറിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ പ്രവാചകമായ ഉടുപ്പ് സ്വയമെടുത്തണിയാനോ ഒക്കെ നോക്കിയിട്ട് സഭയെയും ക്രിസ്തുവിനെയും സഭയുടെ അധികാര സ്ഥാനങ്ങളെയൊക്കെ കിട്ടുന്ന അവസരങ്ങളെല്ലാം അങ്ങ് വല്ലാത്ത രീതിയിൽ ചിത്തക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധി നിങ്ങളുടെ മനസ്സാക്ഷിയെ ശോധന ചെയ്യണം. വേറെ മനുഷ്യൻ്റെ മുമ്പിലല്ല. മനുഷ്യന് നല്ല വാക്ക് കിട്ടിയിട്ടും മോശം വാക്ക് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ എല്ലാം ചത്ത് കെട്ട് പറഞ്ഞ് വിഴുന്ന് പിരിഞ്ഞു പോകും. പക്ഷേ നാളെ കർത്താവിൻ്റെ തിരുസന്നിധി നിൽക്കുമ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾ നീതിക്ക് വേണ്ടിയാണ് നിന്നതെന്ന് പറയാം. പക്ഷെ നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾ മാത്രം നിന്നാൽ പോരല്ലോ, സഭ മൊത്തം നിൽക്കണ്ടേ? സഭയെ മൊത്തം നിൽക്കാൻ വേണ്ടി സഭയുടെ അകത്ത് തന്നെ നിന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഭയെ എന്തെങ്കിലും ന്യൂനതകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ക്ലാരിഫിക്കേഷനിലൂടെ നിങ്ങൾ ഡയലോഗ് പറയുമ്പോഴും എന്തുകൊണ്ടാണ് സഭയുടെ ഉള്ളിൽ സ്നേഹത്തോടെ ഉള്ള ഒരു ഡയലോഗിന് പല ആൾക്കാരും തയ്യാറാകാത്തത്? അപ്പോൾ ഉദ്ദേശശുദ്ധി നിങ്ങളായിട്ട് തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് അവതരിപ്പിക്കുന്നത് ശരിയല്ല. കാര്യം ഇവിടെ കേരളം വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും പോകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിൽ നിന്നും, സഭയുടെ മേഖലയിൽ നിന്നായാലും ശരി, മറ്റു സമുദായങ്ങളുടെ മേഖലയിൽ നിന്നായാലും ശരി, പരസ്പരം യോജിക്കാവുന്ന സഹകരിക്കാവുന്ന എല്ലാ മണ്ഡലങ്ങളിലും കൈകോർത്ത് പിടിച്ച് സഹകരിച്ചിട്ട് ഒരു വിഷയം, ഇപ്പോൾ പത്രത്തിലൂടെ ആയാലും ഇപ്പോൾ എല്ലാവരും മീഡിയ ആയതാണല്ലോ കുഴപ്പം. ഓരോരുത്തർ മീഡിയയായി അവരെല്ലാം ലൈക്ക് കിട്ടാനും അതനുസരിച്ച് ഷെയർ കിട്ടാനും വേണ്ടി ഉള്ളൊരു മത്സരത്തിൽ കേരളത്തിൻ്റെ സ്വസ്ഥത അങ്ങ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അതിനുള്ളിൽ എത്രയോ പേര് സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ ഭാഗത്തു നിന്നും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുണ്ട്. എല്ലാ രാഷ്ട്രീയ ഭാഗങ്ങളിൽ നിന്നും സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ട്. എല്ലാ സമുദായ ഭാഗങ്ങളിൽ നിന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ
പഴയ ഒരു സന്തോഷത്തിൻ്റെ ഒരു കാലം വരണമെന്ന് തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ആരാധനയിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കാര്യം നമുക്ക് ഒരുമിച്ച് മലയാളക്കരയ്ക്ക് മലയാള ജനങ്ങൾക്ക് ഒരുമിച്ച് പഴയതുപോലെ വളരാനുള്ള സാഹചര്യം ദൈവം ഒരുക്കും, തീർച്ചയായിട്ടും ഒരുക്കും. എന്തെല്ലാം തിന്മയുടെ ശക്തികളിലൂടെ പ്രവർത്തിച്ചാലും ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുകയും അതെല്ലാം ക്രമേണ കാലാന്തരത്തിലെ സമൂഹത്തിൽ നിന്ന് നിർവീര്യമായി പോവുകയും ചെയ്യും. ഒരു കാര്യമില്ല ആ സമയത്ത്. പക്ഷേ ഇവിടെ കൂടുതൽ ആവശ്യം പ്രാർത്ഥനയാണ്, കൂടുതൽ ആവശ്യം വിശുദ്ധിയോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്. ഞാനത് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ആരെയും ഏതെങ്കിലും ഒരു പക്ഷം ശരിയാണെന്നോ ഒരു പക്ഷം തെറ്റാണെന്നോ പറഞ്ഞതല്ല. എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ ഞാനൊരു വിശദീകരണമൊക്കെ പറയും. അത് സ്വാഭാവികമായി സ്വസ്ഥത കൈവരിക്കാൻ വേണ്ടിയുള്ള സുവിശേഷത്തിൻ്റെ നടപടി പോലെ പറയണതാണ്. അല്ലാതെ ആരെയും കൊച്ചാക്കാനോ ആരെയും ചെറുതാക്കാനോ ഒന്നുമല്ല. പക്ഷെ ഇവിടെ ഒരു സത്യസന്ധമായ സ്നേഹം ഈ മണ്ണിൽ പുലരാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. ഇത് പറയാൻ കാര്യം ഈ നല്ല കള്ളൻ്റെ നട്ടെല്ലിനെ കുറിച്ച് പറഞ്ഞതാണ്. അല്ലെങ്കിൽ അതൊന്നും പറയത്തില്ല. കാര്യം നല്ല കള്ളൻ്റെ നട്ടെല്ലെന്ന് പറയുമ്പോൾ എന്താ സംഭവം? അവൻ തെറ്റുകാരനാണ്. അവനോട് പറഞ്ഞു, നീ ആ കുരിശിൽ സ്വയം പീഡിതന് ക്രൂശിക്കപ്പെട്ട് കിടക്കുമ്പോഴാണ് ഈ ഇടതുവശത്തുള്ള കള്ളനോട് പറയണത്. എന്താ പറയണത്? നീ പറഞ്ഞത് തെറ്റാണ്. എന്തൊക്കെയാണ് പറയണത്? 4 കാര്യങ്ങൾ പറയും. എന്താണ്? അവൻ അതിനെ സഹായിച്ചു, തെറ്റിനെ സഹായിച്ചു. നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? അതാണ് സംഭവം. തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരെല്ലാവരും ദൈവത്തെ ഭയപ്പെടുന്നില്ലെന്ന് മനസ്സിലാക്കണം. തിന്മയുടെ പക്ഷത്തെയോ തിന്മയുടെ പ്രവർത്തനങ്ങളെയോ പ്രോത്സാഹിപ്പിക്കുന്ന ആരും ദൈവത്തെ ഭയപ്പെടുന്നില്ല. അതാണ് ഈ വലതുവശത്ത് കിടക്കുന്ന കള്ളൻ ചോദിക്കുന്നത്. ഇടതുവശത്ത് കിടക്കുന്ന കള്ളനോട്, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? നമ്മുടെ ശിക്ഷ വിധി ന്യായമാണ്. ഇപ്പം 23:42 അല്ലെ 41 ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. ഇപ്പം സ്വയം ചെയ്ത തെറ്റുകളെ മൂടി വെക്കണില്ല. ഇവിടുത്തെ പരാക്രമം മുഴുവനും അതാണല്ലോ. സാമൂഹ്യ കേരളത്തിൻ്റെ പരാക്രമം എന്താണ്? സ്വന്തം തെറ്റുകളെ മൂടി വെച്ചുകൊണ്ടാണ് മറ്റുള്ളവരെ ആക്രമിച്ചത്. അതാണല്ലോ ഇപ്പോഴും ഉണ്ടാകുന്ന ചില കേസുകൾ കേൾക്കുമ്പോൾ എന്താണ്? ഇത്രയും നാൾ ഈ വ്യക്തി അയാളുടെ തെറ്റുകളെ മൂടി വെച്ചുകൊണ്ടാണ് മറ്റുള്ളവരുടെ മേൽ കൈ ചൂണ്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ വലതുവശത്തുള്ള കള്ളം കണ്ടില്ലേ? നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് എന്നുവെച്ചാൽ അതിനകത്ത് അന്യായമൊന്നുമില്ല. അപ്പോൾ അവൻ്റെ തെറ്റുകളെ മനസ്സിലാക്കാനുള്ള ഒരു പക്ഷേ സുവിശേഷത്തിൽ ഏറ്റവും വലിയൊരു വ്യക്തിയാണ്, ഏറ്റവും വലിയ മാനസാന്തരം, ഏറ്റവും വലിയ സുവിശേഷം സ്വീകരിച്ച ഒരാളാണ് ഈ നല്ല കള്ളൻ. അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ആഴമുള്ള കാര്യങ്ങളാണ്. എന്താണ്? നമ്മുടെ പ്രവൃത്തികൾ അതർഹിക്കുന്നു. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്യാത്തവൻ തെറ്റ് ചെയ്തില്ല എന്ന് പറയണത്, അതാണ് ആധ്യാത്മികത എന്ന് പറയണത്. അല്ലെങ്കിൽ അത് രാഷ്ട്രീയമായി മാറും. ഇപ്പം ചില ആൾക്കാരില്ലേ, അവൻ ചെയ്തത് ശരിയായിരിക്കാം, പക്ഷേ അവൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരനല്ലെന്നുണ്ടെങ്കിൽ അവൻ ചെയ്തത് ശരി തെറ്റായിട്ട് പറയും. അവൻ ചെയ്ത കാര്യങ്ങൾ ശരിയായിരിക്കാം, അവൻ നമ്മുടെ മതത്തിൽപ്പെട്ട ആളല്ലെന്നുണ്ടെങ്കിൽ അവൻ ചെയ്ത കാര്യം തെറ്റായിട്ട് അവതരിപ്പിക്കും. അതാണ് ഇത് വിഷയം വരണത്. അതാണ് ഈ നല്ല കള്ളം പറഞ്ഞത്. എന്താണ്? അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണത് എന്താണത്? എൻ്റെ വാക്കെന്താ? അവൻ കർത്താവാണെന്നതിൻ്റെ അർത്ഥം. ഇപ്പം നല്ല കള്ളം പറയണില്ല, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണത് എന്താണ്?
അവൻ കർത്താവാണ്. ഞാൻ എന്താ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ കാരണം എന്താണ്? കാര്യം നമ്മൾ ഐസയ ഇല്ല, ഐസയുടെ വചനങ്ങളിൽ 53:9 ആണ് ഈ നല്ല കള്ളം പറയണത്. ഐസയ 53:9 എന്താ പറയണത്? അവൻ ഒരു കുറ്റവും ചെയ്തില്ലെന്ന്. ആര്? സഹനദാസൻ. എന്നിട്ടും അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയായി മാറി. അപ്പോൾ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത സഹനദാസനാണ് പിന്നീട് കർത്താവായി മാറണത്. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. 53:10 അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യാം. ഇതാണ് നല്ല കള്ളൻ പറഞ്ഞ അവന് കിട്ടിയ വെളിപാട്. ഐസയ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയലേ. ഐസയ 53:9 തെറ്റ് ചെയ്യാത്തവനെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അവൻ ഏത് രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും പറയാനൊരു ക്രൈസ്തവന് കഴിയണം. അതേസമയം തെറ്റ് ചെയ്തവനെ തന്നെ എപ്പോഴും സ്ഥിരമായി ഏതെങ്കിലും ഒരു കോണുകളിൽ നിന്ന് ഏതെങ്കിലും സമുദായത്തിനെയോ ഏതെങ്കിലും മതത്തിനെയോ ആക്രമിക്കണ പോലെ സിറ്റുവേഷൻ ഉണ്ടാവരുത്. ബോധപൂർവ്വം ഓരോ ആഴ്ചയിലും ഓരോ വീഡിയോ ഇറക്കിക്കൊണ്ട് ഓരോ സമുദായത്തിനെയോ അല്ലെങ്കിൽ ഓരോ മതത്തിനെയോ ഓരോ രാഷ്ട്രീയത്തിനെയോ അങ്ങനെ ഒരു ദൗത്യം സഭയ്ക്കില്ല. സഭയുടെ പേരിൽ അങ്ങനെ ആരും ഏറ്റെടുക്കേണ്ട കാര്യവുമില്ല. അത് സഭയുടെ സ്പിരിറ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ. അതായത് അവനൊരു അതിക്രമവും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സഹനദാസൻ എന്തുകൊണ്ടാണ് സഹിക്കുന്നത്? എന്തുകൊണ്ടാണ് അവൻ സഹിക്കുന്നത്? ചില സമയത്ത് സഭയ്ക്ക് സഹിക്കേണ്ടി വരുന്ന ഒരു കാലമുണ്ടാകും. അതുപോലെ എന്തുകൊണ്ടാണ് സഹിക്കേണ്ടി വരണത്? അത് 10 അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. സഭയെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത് ചിലപ്പോൾ ആരും പിതാവ് തന്നെ ആകും. അങ്ങനെ ആ കാലങ്ങളിലാണ്, ക്ലേശങ്ങളിലൂടെ നമ്മൾ കടന്നുപോയ കാലങ്ങളിലാണ് ഇവിടെ വലിയ സുവിശേഷ മുന്നേറ്റങ്ങൾ, ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ ലോകത്തിന് മൊത്തം കിട്ടിയത്. പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പര കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. അതായത് ഇപ്പോൾ കർത്താവിൻ്റെ ബലിയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഫ്രൂട്ടാണ് ഇവൻ. കാര്യം എന്താ? പാപപരിഹാര ബലിയായി ഈശോ തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അവൻ്റെ സന്തതി പരമ്പരകളെ കാണുകയാണ്. ആരെയാണ്? വലതുവശത്തുള്ള കള്ളനോട് തിരിഞ്ഞിട്ട് പറയും, അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. നിത്യതയിലേക്ക് ഉള്ള ആദ്യത്തെ എൻട്രിയാണ് ഈ നല്ല കള്ളൻ്റെത്. അതിമനോഹരമാണ് ഈ ഭാഗം മുഴുവനും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരാഴ്ച മുഴുവൻ ഇതാണ് ധ്യാനിച്ചത്. ഇപ്പോൾ കർത്താവ് എനിക്ക് തന്ന കുറച്ച് വെളിപാടുകളാണ്, പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് നൽകണത്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇതിൻ്റെ അകത്ത് എന്ത് മറന്നു കളഞ്ഞാലും ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. നല്ല കള്ളനോട് ഈ ചോര കട്ടയായിട്ട് കർത്താവ് നിൽക്കുമ്പോൾ പറയണ ഒരു വാക്കുണ്ട്, ടുഡേ യു വിൽ ബി വിത്ത് മീ, എൻ്റെ കൂടെ ആയിരിക്കുമെന്ന്. ഒരു മനുഷ്യനെ ദൈവത്തിന് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കാം, 4 സ്റ്റേജാകാം, ചിലപ്പോൾ കരളിന് അസുഖമാകാം, ചിലപ്പോൾ നമ്മൾ സോറിയാസ് ആകാം, ചിലപ്പോൾ നമ്മൾക്ക് ബാങ്കുകാർ വന്നിട്ട് നമ്മൾ ജപ്തി ചെയ്യാൻ പോവുകയാണ്. വാട്ട് എവർ ഹാപ്പൻ ടു അസ്, നമ്മൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് ദൈവം എൻ്റെ കൂടെയുണ്ടോ? ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ എന്താണ് ഗുണം? അതിൻ്റെ കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയില്ലേ? ദൈവം ഇപ്പം നിൻ്റെ ബിസിനസ് എത്രയോ കാലമാണ് ഉടമ്പടി എടുത്തപ്പോൾ പഴയ ബിസിനസ് തകർന്നു പോയി ഉടമ്പടി എടുത്തപ്പോൾ പുതിയ വരുമാന മാർഗം കിട്ടിയത്. എന്താ കാര്യം? ദൈവം കൂടെ ഉള്ളതുകൊണ്ടാണ്.
നീ വിചാരിക്കരുത് നീ ഇപ്പം ചെയ്യണ ജോലി തന്നെയാണ് മുഴുവൻ ജോലിയെന്ന്. നീ വിചാരിക്കരുത് ഈ രോഗം നിനക്ക് വന്നുകൊണ്ട് ഇതോടുകൂടി എല്ലാം അവസാനിക്കണം. ഒന്നും അവസാനിക്കത്തില്ല. അതാരാ തീരുമാനിക്കേണ്ടത് അവസാനിച്ചാൽ ഇല്ലെന്ന്? നിൻ്റെ കർത്താവാണ് അവസാനിക്കേണ്ടത്. അതിനെന്ത് വേണം? കർത്താവ് കൂടെ ഉണ്ടായാൽ മതി. ഞാൻ ഇടക്ക് കാര്യങ്ങൾ ഓർക്കേ, കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നിന്നെ ഭയമായിരിക്കും. കർത്താവ് കൂടെ ഇല്ലെങ്കിൽ മറ്റുള്ളവരെ നിനക്ക് ഭയമായിരിക്കും. ഇപ്പം കേരള സഭയ്ക്ക് ഭയങ്കര ഭയമാണ്. അപ്പോഴവർ ആത്മാർത്ഥതയോടെ ബോധപൂർവ്വം ചിന്തിക്കണം, വെദർ ജീസസ് ഈസ് വിത്ത് മീ ഓർ നോട്ട്. കേരള സഭ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് യേശുവിനെ കൂടെ നിർത്താൻ വേണ്ടിയാണ്. മറ്റ് സകല ജന്തംഗം വസ്തുക്കളും സാമുദായിക സാമൂഹ്യ വിഷയങ്ങളുടെ മേലും ഒത്തിരിയേറെ സഭയുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ നമ്മൾ സുവിശേഷത്തിൽ അകലുകയാണോ എന്ന് ചെറിയൊരു പേടി. ഞാനെൻ്റെ സ്വകാര്യമായൊരു വിഷയം പങ്കുവച്ചതേ ഉള്ളൂ. ഇത് വലിയൊരു ആനക്കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, സാവൂളിനെ ദാവീദിന് പേടിയായിരുന്നു. അല്ല, സാവൂളിന് ദാവീദിനെ പേടിയായിരുന്നു. വാട്ട് ഇസ് ദ റീസൺ? എന്താ റീസൺ? കർത്താവ് അവൻ്റെ കൂടെ ഉള്ളതാണ് റീസൺ. കർത്താവ് ദാവീദിൻ്റെ കൂടെ ഉണ്ടായത് കാരണം 1 സാമുവേൽ 18:12 എന്താണ്? കർത്താവ് ദാവീദിൻ്റെ കൂടെ ഉണ്ടായത് കാരണം ദാവീദിനെ സാവൂളിനെ ഭയമായിരുന്നു. കർത്താവിനെ പണ്ട് മുതലും എന്നും അതിന് മാറ്റമില്ല. സഭയുടെ കൂടെ കർത്താവ് ഉണ്ടെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും സഭയെ പേടിക്കും. സഭയുടെ കൂടെ കർത്താവ് ഇല്ലെന്ന് സഭയ്ക്ക് തോന്നിയാൽ സഭ മറ്റുള്ളവരെ പേടിക്കും. ഇതുതന്നെയാണ് തിരിച്ചു വരണത് എല്ലാ ഉദ്യമങ്ങളിലുമാണ്. ഉടമ്പടിയെടുത്ത ഓരോ വ്യക്തികളുടെയും ജീവിതം ഈ ആഴ്ച ദിവസങ്ങളിൽ കണ്ട എന്താണ്? ഓസ്ട്രേലിയ, ലണ്ടൻ. കാര്യം ഞങ്ങളിപ്പോഴും പകലുള്ള സമയങ്ങളിലെല്ലാം നാട്ടുകാരുടെ സാക്ഷ്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പകലുള്ള സമയങ്ങളിലെല്ലാം ഉടമ്പടി രജിസ്റ്റർ ചെയ്ത ആൾക്കാരുണ്ട്. അവർ വന്ന് ഉടമ്പടി ചെയ്യും. അതുപോലെ തന്നെ ഉടമ്പടി പുതുക്കാനുള്ളവരുണ്ട്, അവർ പുതുക്കും. പക്ഷേ പകലെല്ലാം ശനിയാഴ്ച മാത്രം ഉടമ്പടി പുതുക്കലില്ല. അപ്പോൾ ഈ ശനിയാഴ്ച കാര്യം മാത്രം പറഞ്ഞതാണ്. അപ്പം പകൽ ഞങ്ങൾ നാട്ടുകാരുടെ ഇന്ത്യയിലുള്ള ആൾക്കാരുടെ സാക്ഷ്യങ്ങളെടുക്കും. രാത്രിയാകും, വൈകുന്നേരം ആകുമ്പോൾ മറ്റ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള സാക്ഷ്യങ്ങളെടുക്കും. ഈ സാക്ഷ്യങ്ങളെല്ലാം പറയുന്നത് എന്താണ്? കർത്താവ് എല്ലാ ഉദ്യമങ്ങളിലും 1 സാമുവേൽ 18:14 എന്താ പറയണത്? കർത്താവ് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. ആ വചനം മറന്നു പോകരുത്. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് മുഴുവൻ എന്താണ്? കർത്താവ് കൂടെ ഉണ്ടാവുകയാണ്. നിങ്ങൾ ഉടമ്പടി എടുക്കുന്നതിൻ്റെ ഉദ്ദേശം, അത് പുതുക്കിൻ്റെ ഉദ്ദേശവും അതിനുവേണ്ടി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുന്നതും പ്രാർത്ഥന മുടക്കാതിരിക്കുന്നതും ജോയ്സി പറയണത്, അച്ഛാ ഞാൻ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേ നടന്നെന്ന്. പിന്നെ എങ്ങനെ കർത്താവ് മാതാവ് കൂടെ നിന്ന് മാറണത്? പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് ഞങ്ങളെന്താ പറഞ്ഞിരിക്കുന്നത് പ്രത്യക്ഷ പ്രാർത്ഥനയെക്കുറിച്ച്? അത് പകല് ചെല്ലിയാൽ മതി, രാവിലെ മുതൽ ചെല്ലിയാൽ മതി എന്നാണ്. പക്ഷേ എത്രയോ മനുഷ്യരാണ് ഇത് കാണാൻ പഠിച്ചിട്ട് ചൊല്ലിക്കൊണ്ടേ നടക്കുന്നത്. അത് അവരാണ് ഈ പറയണത്, മാതാവ് ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറയുന്നത്. അങ്ങനെ കൂടെ വന്നാലുള്ള അവസ്ഥ എന്താണ്? ദൈവം കൂടെ കൊണ്ടുപോകേണ്ട ഉടമ്പടി വഴി ദൈവം നിങ്ങളുടെ കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? 1 സാമുവേൽ വർക്കൗട്ട് ചെയ്യും. 1 സാമുവേൽ എന്താണ്? 18:14 എന്താണ് പറയണത്? കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാ ഉദ്യമങ്ങളിലും അവൻ വിജയം കൈവരിച്ചു വന്ന. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഉടമ്പടി വഴി
അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയും ഞങ്ങൾ എല്ലാ ഉദ്യമങ്ങളിലും വിജയം വരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങള് ഉടമ്പടി വഴി അങ്ങയുടെ തിരുസന്നിധിയിൽ ഏൽപ്പിച്ചിട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ ഉദ്യമങ്ങളെ വിജയകരമായി മാറ്റുവാൻ ഞങ്ങള് വാക്കിലും പ്രവൃത്തിയിലും വിശ്വാസ പ്രഖ്യാപനങ്ങളിലും അങ്ങനെ കൂടെ നിൽക്കുവാനും അങ്ങ് ഞങ്ങളുടെ കൂടെ നിൽക്കുവാനും നിങ്ങളെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്